അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിൻ്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ആ പർവ്വതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രകാശിക്കുന്നത് കണ്ടു. മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് മഹാനവറുകൾ, അള്ളാഹുവേ, ഈ പർവ്വതവുമായി എനിക്ക് സംസാരിക്കാൻ നീ സമ്മതം നൽകണം. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ സമ്മതം നൽകുകയും അങ്ങനെ പർവ്വതവുമായിട്ട് മഹാനവറുകൾ സംസാരിക്കുകയാണ്. മഹാനവറുകൾ പർവ്വതത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രകാശിക്കാനുള്ള കാരണം? എന്ത് മഹത്വമാണ് നിനക്കുള്ളത് എന്ന് ആ പർവ്വതത്തിനോട് ചോദിച്ചപ്പോൾ പർവ്വതം അവിടുന്ന് പറയുന്നുണ്ട്, എൻ്റെ മഹത്വം കൊണ്ടല്ല പ്രകാശിക്കുന്നത്, എൻ്റെ ഉൾഭാഗത്ത് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിനോട് വീണ്ടും ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ആ മനുഷ്യനുമായിട്ട് എനിക്ക് സംസാരിക്കാൻ നീ സമ്മതം നൽകണം. അങ്ങനെ അള്ളാഹു സമ്മതം നൽകുകയും ആ പർവ്വതം അവിടുന്ന് പിളരുകയാണ്. ആ മനുഷ്യനെ മഹാനവറുകൾ കണ്ടുമുട്ടി സലാം പറയുന്നുണ്ട്. അവിടുന്ന് സലാം പറഞ്ഞതിന് ശേഷം മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അല്ല, എന്ത് മഹത്വമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ്, ഞാൻ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിൽപ്പെട്ട അവിടുത്തെ ജനതയിൽപ്പെട്ട ആളാണ്. ഞാൻ അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായി ആവാൻ വേണ്ടി, അവിടുത്തെ ഉമ്മത്തിൽപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെ ഈ പർവ്വതത്തിൻ്റെ ഉൾഭാഗത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 600 വർഷമായി ഞാൻ അള്ളാഹുവിനെ ഇബാദത്തുമായി ഇവിടെ നിൽക്കുന്നത് എന്ന് മഹാനവറുകളോട് പറഞ്ഞ അവസരത്തിൽ അള്ളാഹുവിനോട് അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ, ഇദ്ദേഹത്തിനേക്കാൾ അടുത്ത ഒരാൾ ഉണ്ടോ? ഇദ്ദേഹത്തിനേക്കാൾ മഹത്വമുള്ള ഒരാൾ ഇനിയുണ്ടാകുമോ എന്ന് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഇദ്ദേഹത്തിനേക്കാൾ അടുത്ത ആളുകൾ ഉണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണത്. ആ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ അവർ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനേക്കാൾ അവർക്ക് മഹത്വമുണ്ട്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് സംസാരിച്ചത് 600 വർഷക്കാലം ഇബാദത്ത് ചെയ്ത ആ മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ കാരണത്താൽ ആ പർവ്വതം അവിടുന്ന് പ്രകാശിക്കുകയും ചെയ്തു. അദ്ദേഹത്തെക്കാൾ മഹത്വമുള്ളത് റജബ് മാസത്തിൽ ഒരു നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിൽപ്പെട്ട ആളാവുകയാണെങ്കിൽ അദ്ദേഹമാണ് എന്നാണ് അള്ളാഹു അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഉസ്താദുമാരെ, നമ്മുടെ മാതാപിതാക്കളെ, കുടുംബത്തിനെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.